ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് ACC സെക്ഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സമ്മേളനത്തിൻ്റെ ഒന്നാം ദിവസവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സമ്മേളനത്തിൻ്റെ അവസാനിച്ചു. അതിൻ്റെ പ്രധാന ചർച്ചകളും കാര്യങ്ങളൊക്കെയായി നമ്മൾ രണ്ടാമത്തെ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. ACCയുടെ അഹമ്മദാബാദ് പ്രതിനിധി സമ്മേളനത്തിൽ പാർട്ടിക്ക് ഉണർവ് ഏകുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങളാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഗുജറാത്തിൽ അവസാനിച്ച പ്രതിനിധി സമ്മേളനത്തിൽ ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. ഗാന്ധിജിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആയതിൻ്റെ 100ാം വാർഷികവും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാം ജന്മദിനവും ഒക്കെ ആഘോഷിക്കുന്ന ഈ വേളയിലാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പഴക്കമുള്ള പാർട്ടിയുടെ പ്രതിനിധി സമ്മേളനവും അതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ ലോകം ഉറ്റുനോക്കിയിരുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് കളിക്ക് ഇനി സ്ഥാനമില്ല എന്ന പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയുടെ പ്രസ്താവന കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ളതാണ്. ഗ്രൂപ്പ് കളിക്കാരെ കൈകാര്യം ചെയ്യും എന്ന് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചിട്ടുള്ളത് പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യും എന്നത് ഉറപ്പ് തന്നെയാണ്. ആദ്യകാലം മുതൽ കേരളത്തിൽ ഗ്രൂപ്പ് പ്രവർത്തനമുണ്ട് എങ്കിലും അന്നത്തെ ഗ്രൂപ്പ് പാർട്ടിക്ക് ഗുണം ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഗ്രൂപ്പ് നേതാക്കളുടെ താല്പര്യവും സ്ഥാനമാനങ്ങൾ ഭാഗം വെക്കലും മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിന് ദോഷം ചെയ്യും എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാന പ്രഖ്യാപനം DCCകൾക്ക് കൂടുതൽ അധികാരം ഉറപ്പാക്കും എന്നുള്ളതാണ്. DCCകളുമായി AICC നേരിട്ട് ആശയവിനിമയം നടത്തും. ഈ DCCയുടെ പ്രഖ്യാപനങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. എങ്കിലും അത് ആദ്യത്തെ ദിവസത്തിൻ്റെ പ്രഖ്യാപനങ്ങളായിരുന്നു. അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ DCCകളെ ഉൾപ്പെടുത്തും, കൂടുതൽ അധികാരങ്ങൾ ജില്ലാ കമ്മിറ്റികൾക്കിലേക്ക് എത്തും എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പാർട്ടിക്ക് കൂടുതൽ ഉണർവേകുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങളാണ് ഗുജറാത്ത് പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. പുത്തൻ ഉണർവ് നൽകി എന്നതിൽ സംശയമില്ല. AICCയുടെ സബർമതിയിലേക്കുള്ള വരവ് ഒരു തീർത്ഥാടനം എന്നാണ് പ്രസിഡന്റ് ഖാർഗെ വിശേഷിപ്പിച്ചത്. ഇതിനകമുണ്ടായ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനും പാർട്ടിക്ക് നഷ്ടമായ സ്വാധീനം വീണ്ടെടുക്കുവാനും നേതാക്കൾ ഒന്നടങ്കം ഒറ്റസ്വരത്തിൽ ആഹ്വാനം ചെയ്തു എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. സംഘടനാപരമായ കെട്ടുറപ്പ്, ആശയ പ്രചരണം രീതിയോ അച്ചടക്ക ബോധം എന്നീ വിഷയങ്ങളിൽ പാർട്ടി കൂടുതൽ ശ്രദ്ധിക്കണം എന്ന വിഷയം തന്നെയാണ് സമ്മേളനം മുന്നോട്ട് വെക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാത്തവർ പദവികൾ നിർബന്ധിച്ച് വിരമിക്കൽ ഏർപ്പെടുത്തും എന്ന പ്രഖ്യാപനവും ശ്രദ്ധേയമാണ്. അത് ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം തന്നെയാണ്. കാരണം നമ്മൾ കേരളത്തിൻ്റെ കാര്യമാണ് കൂടുതൽ പറയുന്നത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൂടെ, ഗ്രൂപ്പ് ഭാഗം വെക്കലിലൂടെ പദവികൾ സ്വന്തമാക്കുകയും പിന്നെ ആ പദവി ഒരു അലങ്കാരമായി മാത്രം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന കുറേ നേതാക്കൾ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിലുമുണ്ട്. ഇത് വ്യക്തിപരമായി ഒരാളെയും കുറ്റം പറയുന്നതല്ല. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം പാർട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നതിൽ കവിഞ്ഞ് ഇതിലൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ പാർട്ടി ഗ്രൂപ്പ് ഭാഗം വെക്കലിലൂടെ പദവികൾ സ്വന്തമാക്കും. ആ പദവികൾ പിന്നെ അലങ്കാരമായിരിക്കും. അതുകൊണ്ട് ജനങ്ങൾക്കോ പാർട്ടിക്കോ ഗുണം ചെയ്യാത്ത കുറേ നേതാക്കന്മാരുണ്ട്. അവർ നിർബന്ധിച്ച് വിരമിക്കും എന്നാണ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് നടപ്പാക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. ആർക്കും ഉപകാരമില്ലാത്ത പ്രസിഡന്റ്, സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്ന് കുറച്ച് ആൾക്കാർ നടക്കുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ പാർട്ടിക്ക് ഗുണമുള്ള ആൾക്കാർ, പ്രവർത്തിക്കാൻ കുറേ തയ്യാറുള്ള ആൾക്കാർക്കാണ് സ്ഥാനമാനങ്ങൾ നൽകേണ്ടത്. അതിൽ സംശയമില്ല. ഈ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ സംസ്ഥാന കോൺഗ്രസിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിലെ
13 ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കും. കാരണം തൃശ്ശൂർ അടുത്താണല്ലോ പുനഃസംഘടന നടന്നത്. പുനഃസംഘടന എന്ന പ്രസിഡന്റ് മാത്രം നിയമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂരിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി യോഗം ചേരുമ്പോൾ ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ നടക്കുമ്പോൾ ജില്ലയുടെ കാര്യം വരുമ്പോൾ ഓരോ ജില്ലയുടെ കാര്യം വരുമ്പോഴും ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമായി ആലോചനകൾ നടത്തുവാനും എന്നാൽ DCCയുമായി AICCക്ക് ആലോചനകൾ നടത്താനും കൂടുതൽ അധികാരങ്ങൾ കൂടുതൽ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനങ്ങളൊക്കെ DCCയുമായി ആലോചിച്ചാണ് ഇനി AICC പ്രഖ്യാപിക്കുക എന്നാണ് ഈ പ്രഖ്യാപനങ്ങളിലൂടെയൊക്കെ നാം മനസ്സിലാക്കുന്നത്. ഏതായാലും കോൺഗ്രസ് പാർട്ടിക്ക് പുത്തൻ ഉണർവ് ഏകുന്ന തീരുമാനങ്ങളാണ് അഹമ്മദാബാദ് സമ്മേളനത്തോടെ പുറത്തു വരുന്നത്. ഗ്രൂപ്പ് രാഷ്ട്രീയം പൂർണ്ണമായും അവസാനിപ്പിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ മുഴുവൻ നേതാക്കളും ശ്രമിച്ചാൽ പാർട്ടി ഇനിയും ഉയരങ്ങൾ കീഴടക്കും എന്നതിൽ സംശയമില്ല. അണികൾ ഗ്രൂപ്പുകാരെ അവഗണിക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് AICC സമ്മേളനം അവസാനിക്കുമ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നല്ലൊരു നാളേക്ക് നല്ലൊരു കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയ ഈ AICC സമ്മേളനം ഇതെല്ലാം സാക്ഷാത്കരിക്കുവാൻ പാർട്ടി അണികളും പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒന്നടങ്കം പണിയെടുക്കേണ്ടതുണ്ട്. ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വിഷയവുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.